ഹായ് ഓൾ. നമ്മളിന്ന് കെയ്റ്റ് ഗെയ്നർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇൻ എ സ്കൂൾ മെനി ചിൽഡ്രൻ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മിങ്കിൾ വിത്ത് എ ചൈൽഡ് ഹു ഈസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് സച്ച് എ ചൈൽഡ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ചില കുട്ടികൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണും അല്ലേ. മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാത്ത, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന അത്തരത്തിലുള്ള ചില കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടാകും. അങ്ങനെയുള്ളൊരു ഫ്രണ്ടിനെ പറ്റി ആണ് ഈ സ്റ്റോറി. അങ്ങനൊരു കുട്ടിയെ പറ്റിയാണ് ഈ സ്റ്റോറി. എ ഫ്രണ്ട് ലൈക്ക് സൈമൺ ബൈ കെയ്റ്റ് ഗെയ്നർ. Hi, my name is Matthew and I would like to tell you a story about a friend of mine. His name is Simon. അപ്പോൾ ആരാണ് ഈ കഥ പറയുന്നത്? മാത്യു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഈ കഥ പറയുന്നത്. അവൻ ആരെ പറ്റിയാണ് പറയുന്നത്? അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള സൈമണിനെ പറ്റിയാണ് അവൻ ഈ കഥയിൽ പറയുന്നത്. Simon joined my school last year and I remember his first day very well. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് സൈമൺ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അവൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. When I arrived at the door of my classroom, Simon's mom gave me a big smile. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ അരികിൽ എത്തിയപ്പോൾ സൈമണും അവൻ്റെ അമ്മയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സൈമണിൻ്റെ അമ്മ എന്നെ നോക്കി ചിരിച്ചു. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു, ഷീ സെഡ്. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു എന്ന് അവൻ്റെ അമ്മ മാത്യുവിനോട് പറഞ്ഞു. സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു? സൈമണോട് അവൻ്റെ അമ്മ മാത്യുവിനോട് ഒരു ഹലോ പറയാമോ എന്ന് അവനോട് ചോദിച്ചു. ബട്ട് സൈമൺ ജസ്റ്റ് ടേൺഡ് അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. പക്ഷെ സൈമൺ എന്താണ് അവിടെ ചെയ്തത്? സൈമൺ ഇതിനോടൊക്കെ ഒരു മുഖം തിരിക്കുന്ന ഒരു രീതിയാണ് സൈമണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സൈമൺ ഇതിനോടൊക്കെ മുഖം തിരിച്ചു. എന്നിട്ട് അവൻ താഴോട്ട് നോക്കി നിന്നു. അവൻ ചിരിക്കാനൊന്നും തയ്യാറായില്ല. അവർ ടീച്ചർ ടോൾഡ് us that Simon would be joining our class that year. അങ്ങനെ അവർ ക്ലാസ് റൂമിൽ കയറി. അപ്പോൾ ടീച്ചർ അവരോടൊക്കെ പറഞ്ഞു, സൈമൺ ഈ വർഷം മുതൽ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് ടീച്ചർ അവരുടെ എല്ലാ കുട്ടികളുമായിട്ടും പറഞ്ഞു. He would take part in most of our lessons, but sometimes he would get help with his work from a special teacher too. അവൻ ഇനി മുതൽ നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മളുടെ പാഠഭാഗങ്ങളിലും നമ്മളുടെ പഠനത്തിലുമൊക്കെ അവൻ നമ്മോടൊപ്പം ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ഒരു സ്പെഷ്യൽ ടീച്ചറുടെ ഹെൽപ്പും അവന് കിട്ടിയേക്കാം എന്ന് അവിടെയുള്ള കുട്ടികളോട് എല്ലാവരുമായിട്ട് പറഞ്ഞു. I thought Simon would like our school a lot. It's really a great school, apart from just one thing, a girl called Hetty, a horrible Hetty as I like to call her. അപ്പോൾ മാത്യു വിചാരിച്ചു, സൈമണ് നമ്മുടെ സ്കൂളൊക്കെ വളരെ ഇഷ്ടമാകും. ഞങ്ങളുടെ സ്കൂൾ ഒരു വളരെ ഗ്രേറ്റ് സ്കൂളായിരുന്നു, വളരെ നല്ല ഒരു സ്കൂളായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഹെറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു ആ കുഴപ്പം. ഹെറ്റി അവർ എല്ലാവരും ഹൊറിബിൾ ഹെറ്റി എന്നാണ് വിളിച്ചിരുന്നത്. ഹെറ്റി വാസ് ഓൾവേസ് പുഷിങ് ഹെർ വേ ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ അറ്റ് ദ ലഞ്ച്. അപ്പോൾ എന്തായിരുന്നു ഹെറ്റിയുടെ കുഴപ്പം? മറ്റുള്ളവരൊക്കെ ലഞ്ചിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഹെറ്റി മാത്രം ഇടിച്ചു കയറി മുന്നിലോട്ട് കയറി ചെന്ന് ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുമായിരുന്നു. I am next, she would say when it was someone else's turn.
and then she would make a horrible mean face. അങ്ങനെ ക്യൂവിലൂടെ ഇടിച്ചു കയറി ഫ്രണ്ടിലെത്തി. ഐ ആം നെക്സ്റ്റ്. ചിലപ്പോൾ അത് മറ്റൊരാളുടെ അവസരമായിരിക്കാം, പക്ഷേ അവിടെ ഇടിച്ചു കയറി ഐ ആം നെക്സ്റ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഒരു ഭയങ്കരമായ ഒരു നോട്ടം ഒക്കെ നോക്കിയിട്ട് ഹെറ്റി അവിടെ ഭക്ഷണം വാങ്ങി പോകുമായിരുന്നു. എവറി ഡേ ആഫ്റ്റർ വി ഏറ്റ് അവർ ലഞ്ച് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വുഡ് ഗോ ടു ദ സ്കൂൾ യാർഡ് ആൻഡ് മേക്കപ്പ് എ ന്യൂ ഫൺ ഗെയിംസ് ടു പ്ലേ. അങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം, ലഞ്ച് കഴിച്ചതിന് ശേഷം മാത്യുവും അവരുടെ ഫ്രണ്ട്സും ഒക്കെ അവരുടെ സ്കൂൾ യാർഡിൽ കളിക്കാൻ പോകുമായിരുന്നു. ഒരുപാട് ഫൺ ഗെയിംസ് ഒക്കെ കളിക്കാൻ പോകുമായിരുന്നു. ഓൺ സൈമൺസ് ഫസ്റ്റ് ഡേ ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാണ്ടഡ് ടു ജോയിൻ ഇൻ. അങ്ങനെ അവരുടെ ആദ്യത്തെ ദിവസം സൈമണോട് മാത്യു ചോദിച്ചു, നിനക്കും ഞങ്ങളുടെ കൂടെ കളിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ബട്ട് സൈമൺ സീം ടു ലൈക്ക് ബീയിങ് ഓൺ ഹിസ് ഓൺ. പക്ഷേ സൈമൺ അവരുടെ കൂടെയൊന്നും കൂടാൻ പോയില്ല. അവന് അപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ആഗ്രഹം. As time went by, I noticed how Simon acted a little differently from other school boys and girls in my class. അങ്ങനെ പോകെ മാത്യു നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, സൈമൺ എന്തുമാത്രം വ്യത്യസ്തനാണ്, നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അപേക്ഷിച്ച് സൈമൺ എത്രമാത്രം വ്യത്യസ്തനാണ് എന്ന് മാത്യു നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. Sometimes he would get upset about something small, like someone bumping into him by accident. അപ്പോൾ സൈമൺ വളരെ പെട്ടെന്ന് അസ്വസ്ഥനാകുമായിരുന്നു. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വളരെ അസ്വസ്ഥമാകുമായിരുന്നു. ആരെങ്കിലുമൊക്കെ എന്നെ വന്ന് തട്ടുകയാണെന്നോ ഒക്കെ ചിന്തിച്ച് സൈമൺ വളരെ അസ്വസ്ഥമാകുമായിരുന്നു. No one could understand why or even what he was upset about. പലപ്പോഴും മറ്റുള്ളവർക്കൊന്നും അവനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ ഇത്രയും അപ്സെറ്റ് ആകുന്നത് എന്ന് മറ്റുള്ളവർക്കൊക്കെ അവനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരുന്നു. സൈമൺ ഓൾവേസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽസ് ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവറി ഡേ. അപ്പോൾ സൈമൺ എപ്പോഴും അവൻ്റെ ബുക്കും പെൻസിലും അവൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാനും ഒക്കെ അവന് ഇഷ്ടമായിരുന്നു. ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് വെരി മച്ച് വെൻ എനിത്തിങ് ചേഞ്ച്ഡ് അറ്റ് ഓൾ. അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമോ എന്തെങ്കിലുമൊക്കെ മാറിയിരിക്കുന്നതൊന്നും അവന് ഇഷ്ടമായിരുന്നില്ല. അവനെപ്പോഴും അവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ എല്ലാ സാധനങ്ങളും ആയിരുന്നു അവൻ്റെ ആഗ്രഹം. Sometimes he would get upset about things like the school bell ringing or having to move his seat. അപ്പോൾ സൈമൺ പല കാര്യങ്ങളിലും അസ്വസ്ഥനാകുമായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ ബെല്ല് റിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവനോട് സീറ്റ് മാറിയിരിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ അവൻ വളരെ അസ്വസ്ഥനാകുമായിരുന്നു. ബിക്കോസ് സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം മൈ അതർ ഫ്രണ്ട്സ്. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. I soon stopped asking him to take part in games. അപ്പോൾ മറ്റുള്ള കളികളിലും മറ്റും അവനെ കൂട്ടുന്നത് ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിച്ചു. Sometimes I got annoyed if the teacher tried to get him to join in. അപ്പോൾ എനിക്ക് പലപ്പോഴും ദേഷ്യം വരുമായിരുന്നു. എപ്പോൾ ടീച്ചർമാരൊക്കെ അവനെയും കൂടെ നിൻ്റെ കൂടെ കളിക്കാൻ അവനെയും കൂടെ കൂട്ട് എന്നൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ദേഷ്യം വരുമായിരുന്നു. അനോയിഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ഐ ജസ്റ്റ് വാസിൻറ്റ് ഷുവർ ഇഫ് ഐ വാണ്ടഡ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. അപ്പോൾ സൈമണിൻ്റെ കൂടെ കൂട്ടുകൂടണോ
സൈമണെ എൻ്റെ ഫ്രണ്ട് ആക്കണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നാൻ തുടങ്ങി. മനസ്സിൽ സംശയങ്ങൾ വരാൻ തുടങ്ങി. Then the time for the big school trip to the fun fair came. അപ്പോൾ ഒരു ദിവസം സ്കൂളിലെ ഞങ്ങളെല്ലാവരെയും ഒരു ഉത്സവത്തിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. All the boys and girls had to pair up and find someone to sit with on the bus. അപ്പോൾ ഈ ഉത്സവത്തിന് പോകുമ്പോൾ ബസ്സിൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ബോയ്സും ഗേൾസും എല്ലാവരും രണ്ട് പേര് വെച്ച് പെയർ ചെയ്ത് ഇരിക്കണമെന്ന് ടീച്ചർമാർ ഞങ്ങളോട് പറഞ്ഞു. Why don't you and Simon pair together today? asked our teacher. അപ്പോൾ ഈ മാത്യുവിനോട് ടീച്ചർ പറഞ്ഞു, എന്തുകൊണ്ട് സൈമണുമായിട്ടൊരു പെയർ ആയിക്കൂടാ? നിങ്ങൾ ഒരുമിച്ച് എന്തുകൊണ്ട് ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്തുകൂടാ എന്ന് ടീച്ചർ മാത്യുവിനോട് ചോദിച്ചു. സോ സൈമൺ ആൻഡ് ഐ സാറ്റ് ടുഗദർ ഓൺ ദ വേ ടു ദ ഫൺ ഫെയർ. അങ്ങനെ ആ ഉത്സവത്തിലേക്ക് പോകുമ്പോൾ ബസ്സിൽ മാത്യുവും സൈമണും ഒരുമിച്ച് ഇരുന്നു. സൈമൺ ടുക്ക് ഔട്ട് ഹിസ് സാൻഡ്വിച്ചസ്. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? ഐ ആസ്ഡ് ഹിം. അപ്പോൾ അവരുടെ യാത്രയുടെ ഇടയിൽ സൈമൺ സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനത് പുറത്തെടുത്തു. അപ്പോൾ മാത്യു അവനോട് ചോദിച്ചു, ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? ഹി റിപ്പീറ്റഡ് ആൻഡ് ദെൻ ഹി ഹാൻഡഡ് മീ ഹിസ് ലഞ്ച് ബോക്സ് ടു ഷെയർ ദം വിത്ത് മീ. അപ്പോൾ സൈമണും അതേപോലെ തന്നെ തിരിച്ചു ചോദിച്ചു, ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ് എന്ന് മാത്യുവിനോട് ചോദിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ലഞ്ച് ബോക്സ് മാത്യുവിൻ്റെ നേരെ നീട്ടി അവൻ്റെ കയ്യിലുള്ള സാൻഡ്വിച്ച് മാത്യുവിനോട് ഷെയർ ചെയ്തു. താങ്ക്സ് സൈമൺ, ഐ സെഡ്, ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. മാത്യു അവനോട് താങ്ക്സ് പറഞ്ഞു. പക്ഷേ അപ്പോഴും സൈമൺ പുറത്തേക്കൊക്കെ നോക്കി, അധികമൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു. Later that day, while Simon and I were waiting in the queue for our ice cream. അപ്പോൾ ആ ദിവസം ആ ഫൺ ഫെയറിൽ വെച്ചിട്ട് സൈമണും മാത്യുവും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെല്ലാവരും കൂടെ ഐസ്ക്രീമിന് വേണ്ടി ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവരൊക്കെ ക്യൂ നിൽക്കുകയായിരുന്നു ഐസ്ക്രീമിന് വേണ്ടി. ഹൊറിബിൾ ഹെറ്റി മാർച്ച്ഡ് ഓവർ ടു ദ ഐസ്ക്രീം വാൻ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൊറിബിൾ ഹെറ്റി ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറി ഐസ്ക്രീം വാൻ്റെ അടുത്തേക്ക് ചെന്നു. ഐ ആം നെക്സ്റ്റ്, ഷീ സെഡ് ഇൻ എ മീൻ വോയിസ്. അപ്പോൾ ഹൊറിബിൾ ഹെറ്റി ഐസ്ക്രീം വാൻ്റെ അടുത്തെത്തി. ഐ ആം നെക്സ്റ്റ്, ഞാനാണ് അടുത്തത്, എനിക്കാണ് അടുത്തത് ഐസ്ക്രീം വേണ്ടത് എന്ന് പറഞ്ഞു. ഇൻ എ മീൻ വോയിസ്, ഒരു ഭയങ്കരമായ ശബ്ദത്തിലാണത് പറഞ്ഞത്. ഷീ സ്റ്റാർട്ടഡ് പുഷിങ് ഹെർ വേ ഇൻ ഫ്രണ്ട് ഓഫ് അസ് ടു ദ ടോപ്പ് ഓഫ് ദ ക്യൂ. അവൾ ക്യൂവിലൊന്നും നിൽക്കാതെ എല്ലാവരെയും കടത്തി മുന്നിലേക്ക് ഇടിച്ചു കയറി ഐസ്ക്രീം വാനിൻ്റെ അടുത്തേക്ക് ചെന്നു. സൈമൺ സഡൻലി ഷൗട്ടഡ് നോ വെരി ലൗഡ്ലി. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സൈമൺ ഉടനെ നോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹെറ്റി ഗോട്ട് സച്ച് എ ഫ്രൈറ്റ്, ഹെർ പിക് ടെയിൽസ് ഫ്ലൂ അപ്പ് ഇൻ ദ എയർ. പെട്ടെന്ന് ഹെറ്റി പേടിച്ചു. അവളുടെ പിന്നിയ തലമുടി ഒക്കെ എയറിൽ പാറി പറക്കുകയായിരുന്നു ആ സമയത്ത്. ഷീ ക്വിക്ലി ടേൺഡ് അറൗണ്ട് ആൻഡ് റാൻ ഓഫ്. അവൾ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞ് ഒറ്റ ഓട്ടം കൊടുത്തു. താങ്ക്സ് സൈമൺ, ഐ സെഡ്. താങ്ക്സ് സൈമൺ, ഹി റിപ്പീറ്റഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ ലൈറ്റ്സ് ഓഫ് ദ ബിഗ് ഫെറിസ് വീൽ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ മാത്യു സൈമണോട് പറഞ്ഞു, താങ്ക്സ് സൈമൺ. അപ്പോൾ സൈമണും അത് ചുമ്മാ റിപ്പീറ്റ് ചെയ്തു, താങ്ക്സ് സൈമൺ
എന്ന് പറഞ്ഞ് സൈമൺ അടുത്തുള്ള ഫെറിസ് വീലിലെ ലൈറ്റിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫെറിസ് വീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന ഒരു ഊഞ്ഞാൽ അല്ലേ, ചക്രം പോലുള്ള ഒരു ഊഞ്ഞാലാണ് ഫെറിസ് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ സൈമൺ അതൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. After that, I always asked Simon if he wanted to have lunch with me or play a game during break time. അപ്പോൾ ഞാൻ ആ സംഭവത്തിന് ശേഷം ഞാൻ പലപ്പോഴും സൈമണോട് എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. സം ഡേയ്സ് ഹി വുഡ് ജോയിൻ ഇൻ. ചില ദിവസങ്ങളിൽ അവൻ എൻ്റെ കൂടെ കൂടുമായിരുന്നു. ബട്ട് അതർ ഡേയ്സ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ബി ഓൺ ഹിസ് ഓൺ. ദാറ്റ് വാസ് ഓക്കെ ടു. പക്ഷെ മറ്റ് ദിവസങ്ങളിൽ അവന് സ്വന്തമായി നിൽക്കാനും ഒറ്റയ്ക്കിരിക്കാനും ഒക്കെ ആയിരുന്നു താല്പര്യം. The other boys and girls in the school soon learned to understand Simon better. അങ്ങനെ പതിയെ മറ്റുള്ള കുട്ടികളൊക്കെ സൈമണെ മനസ്സിലാക്കാൻ തുടങ്ങി. Sometimes Simon acted a little different from us. അപ്പോൾ പതുക്കെ എല്ലാവരുമായിട്ടും ചെറുതായിട്ടൊക്കെ മിങ്കിളാവാൻ ഒക്കെ സൈമൺ തുടങ്ങിയെങ്കിലും പലപ്പോഴും അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഹി ഡിഡ്ന്റ് ഹാവ് എ ലോട്ട് ടു സേ. അവന് മറ്റുള്ളവരെ പോലെ ഒരുപാട് സംസാരിക്കാനൊന്നുമില്ലായിരുന്നു. ബട്ട് ഹി വാസ് ജസ്റ്റ് ദ സെയിം ആസ് എവരി വൺ എൽസ് ഇൻ അവർ സ്കൂൾ. പക്ഷേ എന്നിരുന്നാലും അവൻ നമ്മളെപ്പോലെയൊക്കെ തന്നെ ആയിരുന്നു. വി ലേൺഡ് എ ബിഗ് ലെസൺ ഫ്രം സൈമൺ. ഞങ്ങൾ സൈമണിൽ നിന്ന് വലിയൊരു പാഠമാണ് പഠിച്ചത്. ഓൺലി ഹെറിബിൾ ഹെറ്റി വുഡ് ലീവ് ഔട്ട് സം വൺ ബിക്കോസ് ദേ വർ ഡിഫറെൻറ്റ് ഫ്രം അസ്. അപ്പോൾ സൈമണിനെ മാത്രമേ ഒഴിവാക്കുമായിരുന്നുള്ളൂ. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ട് ഹെറിബിൾ ഹെറ്റി സൈമണിനെ മാത്രമേ ഒഴിവാക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ലെസണാണ് സൈമണിൽ നിന്ന് മറ്റുള്ളവരെല്ലാവരും പഠിച്ചത്? നോ പറയാൻ അല്ലേ. നമ്മളുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മളതിനെ എതിർക്കണം, അതിനോട് നോ പറയണം എന്നുള്ള വലിയൊരു പാഠമാണ് സൈമൺ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്. സൈമൺ ഓൾസോ ഷോഡ് മീ ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം. അപ്പോൾ അവനെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയത് എത്ര മഹത്തരമാണെന്ന് മാത്യു സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ഡു യു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ? നിങ്ങൾക്ക് സൈമണിനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടോ? വൈ ഡോണ്ട് യു ടെൽ മീ യുവർ സ്റ്റോറി? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ഓഥർ നമ്മളോട് ചോദിക്കുകയാണ്. ആരാണ് ഓഥർ? കെയ്റ്റ് ഗെയ്നർ എന്ന് പറയുന്നൊരു എഴുത്തുകാരിയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. Kate Gaynor is an author of children's books who address the issues of children with special educational needs, health and social problems. അപ്പോൾ നമ്മുടെ ഈ എഴുത്തുകാരി കേറ്റ് ഗെയ്നർ ഒരു ചിൽഡ്രൻസ് ബുക്സ് റൈറ്ററാണ്. കുട്ടികൾക്ക് വേണ്ടി ബുക്കുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് കേറ്റ് ഗെയ്നർ. സ്പെഷ്യൽ പരിഗണന കിട്ടേണ്ട കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളാണ് അവർ എഴുതാറുള്ളത്. ഷീ ഹാസ് പബ്ലിഷ്ഡ് സെവറൽ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഇൻക്ലൂഡിംഗ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ജോസ് സ്പെഷ്യൽ സ്റ്റോറി, എ ബർത്ത്ഡേ ഫോർ ബെൻ. അപ്പോൾ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ജോസ് സ്പെഷ്യൽ സ്റ്റോറി, എ ബർത്ത്ഡേ ഫോർ ബെൻ, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും വീണ്ടും ഈ ചാപ്റ്റർ വായിക്കുക, ക്ലാസ് വീണ്ടും കാണുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ വീഡിയോയ്ക്ക് ശേഷം കൊടുത്തിട്ടുണ്ട്.